കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്ന് സർജറി വിഭാഗത്തിന് മുമ്പിൽ ഒരു പോസ്റ്റർ പതിക്കുകയുണ്ടായി. സത്യത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് അതിൻ്റെ നാശത്തിൻ്റെ പടുകുടിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കോന്നി MLAയും ആരോഗ്യമന്ത്രിയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ കോന്നി മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്, ഏറ്റവും വലിയ ചികിത്സാ സംവിധാനമുള്ള കോളേജാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അവിടെ സർജറി നടത്തുന്ന ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവിടെ സർജറിക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ അവിടെ ഇല്ല, അവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല, അവിടെ ICU സംവിധാനമില്ല. അതേപോലെ തന്നെ ഒരു സർജറി നടക്കുന്ന സമയത്ത് ഒരു രോഗിക്ക് പെട്ടെന്ന് ഹാർട്ട് സംബന്ധമായിട്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നല്ല ഒരു ഹാർട്ടിന്റെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ഫെസിലിറ്റീസുകളോ ഒന്നും തന്നെ അവിടെ ഇല്ല. എന്തിനധികം പറയുന്നത്, അവിടുത്തെ പെയിന്റിങ്ങിനെ കുറിച്ച് പോലും ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടുത്തെ ആ പെയിന്റിങ്ങിൽ പോലും അപ്പോൾ കൊള്ളയടിയാണ് നടന്നെന്നുള്ളതാണ് ആ വാചകത്തിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ അവിടെ ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ജീവനക്കാരില്ല. ഇവിടുത്തെ MLA ഇവിടെ പ്രഖ്യാപിച്ചത് എന്താ, ഏതാണ്ട് 250ഓളം പുതിയ സ്റ്റാഫുകളെ നിയമിച്ചു എന്നാ, 260ഓളം വരുന്ന പുതിയ സ്റ്റാഫുകളെ നിയമിച്ചു എന്നാ അദ്ദേഹം പറഞ്ഞത്. 260 പോയിട്ട് 26 സ്റ്റാഫുകൾ അവിടെ ഇല്ല. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരില്ല. അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ആ പഠിക്കുന്ന കുട്ടികളാണ് അവിടുത്തെ രോഗികൾക്ക്, അവിടെ ചെല്ലുന്ന രോഗികളെ പരിശോധിക്കുന്നത്. അതിന്റെ ഫലം എന്താ? അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത്യാസന്ന നിലയിലുള്ള ഒരാളുമായി ആ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയാതെ ആ രോഗിയുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളാ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ മറ്റ് ഹോസ്പിറ്റലുകളിലെ അവർക്ക് പരിചയമുള്ള ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഇവിടെ വരുന്ന രോഗികളെ പരിശോധിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു കുത്തരിഞ്ഞ ഒരു സ്ഥാപനമായി കോന്നി മെഡിക്കൽ കോളേജ് മാറി. ഈ മെഡിക്കൽ കോളേജിന്റെ അന്ത്യം കുറിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന കോന്നി MLAയുടെയും സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. രഹസ്യമായിട്ടുള്ള ഒരു രഹസ്യ അജണ്ടയാണോ എന്ന് പോലും ഞങ്ങൾ എല്ലാവരും സംശയിച്ചു പോവുകയാണ്. അവിടെ ഒരു രീതിയിലുള്ള ഒരു സംഭവമില്ല. തന്നെയല്ല, അവിടെ സർജറി നടത്തുന്ന ഡോക്ടർ തന്നെ പറയുന്നു അവിടെ വന്യമൃഗങ്ങളുടെ ഒരു സങ്കേതമായി മാറിയെന്ന്. ആ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ പോലുമുള്ള അതിൽ നിന്ന് രോഗികളെ രക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ അവിടെ ജനറേറ്റർ റൂമിന് തീപിടിച്ചത്. അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനം പോലും ഇല്ല. അപ്പൊ അത്തരത്തിൽ കോന്നി മെഡിക്കൽ കോളേജിനെ ഇത്തരത്തിൽ ഒരു നാശത്തിന്റെ പടുകുടിയിലേക്ക് നയിക്കുന്ന ഈ MLAയുടെയും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. കോന്നി MLA ഇത്രയും നാൾ മെഡിക്കൽ കോളേജ് ഇവിടെ നടത്തിയ ഉദ്ഘാടന മാമാങ്കം എല്ലാം വെറും രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് മാത്രമായിരുന്നു എന്നുള്ളത് ഇതോടുകൂടി തെളിയുകയാണ്. കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് വലിയ രീതിയിലുള്ള ഈ പ്രദേശത്ത് ശബരിമല പോലുള്ള ഈ പ്രദേശത്ത് വളരെ ആവശ്യം ആണ് എന്ന് കരുതി ഒരു കരുതലായി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇന്ന് അവിടെ വളരെ വിചിത്രമായ ഒരു സമ്മതപത്രത്തിന് വേണ്ടുന്ന ഒരു നോട്ടീസ് പതിപ്പിച്ചതായി കാണുവാൻ സാധിച്ചു. ഈ ആശുപത്രിയിലേക്ക് നിങ്ങൾ വരരുത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലഘുലേഖയായിട്ട് സമ്മതപത്രത്തിന് ഉള്ള ആവശ്യകതയുള്ള നോട്ടീസായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ സുസജ്ജമായ ഒരു തീവ്രപരിചരണ വിഭാഗം ഇല്ല. ഒരു മെഡിക്കൽ കോളേജിൽ അവർ പറയുന്ന വാദം, ഇവിടെ നിങ്ങൾ വരരുത്, ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങളെ പരിചരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? അത് തന്നെയല്ല, മരണത്തിന് വരെ ഇടയാകാൻ കാരണമാകും നിങ്ങൾ ഇങ്ങോട്ട് വന്നാലെന്നാണ് പറയുന്നത്. അത്ര വിചിത്രമായ ഒരു നോട്ടീസ് അത് പതിപ്പിക്കാൻ ഈ സംസ്ഥാനത്തെ മന്ത്രി പറഞ്ഞു എന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ കസ്റ്റോഡിയനായിട്ടുള്ള HOD ഡോക്ടർ പറഞ്ഞതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നീട് സൂപ്രണ്ട് പറഞ്ഞത് സൂപ്രണ്ട് അറിയുന്നില്ല, ഈ ഡോക്ടർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. പുറത്തുനിന്ന് വരുന്ന ഒരാൾ കൊണ്ടെന്ന് ഈ സമ്മതപത്രം എന്ന് പറഞ്ഞ് അവിടെ പതിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ അതാണ് വെറും ഉത്തരവാദിത്തമില്ലാത്ത കെടുകാര്യസ്ഥയുടെ അങ്ങേ അറ്റമായ ഒരു സംവിധാനമായി കോന്നി മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി അവിടെ പ്രശ്നങ്ങളാണ്. ഈ അടുത്ത കാലത്താണ് ഒരു കുട്ടിയുടെ കൈ ഓപ്പറേഷൻ ചെയ്ത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ വളരെ ഉത്തരവാദിത്തമില്ലാത്ത കെടുകാര്യസ്ഥയുടെ അങ്ങേ അറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ.